നിലാവും മാഞ്ഞുപോയി നീ വന്നു വീണ്ടും ഈ വഴി വിട ചൊല്ലുവാനായി മാത്രമായി നാമൊന്നു ചേരും ഈ വിധം. കല്യാണം കഴിഞ്ഞ് കയറി വന്നത് ആദ്യം തന്നെ നമ്മൾ മരുതോങ്കര താമസിക്കുന്ന സമയത്തായിരുന്നു. മുള്ളംകുന്ന് താമസിക്കുന്ന സമയത്ത് പിന്നെ അതിലുള്ള വാടക വീട്ടിൽ, പിന്നെ ആ വാടക വീട്ടിലേക്ക് ഫസ്റ്റിന് കയറി വരുമ്പോൾ കംപ്ലീറ്റ് ലിനിയുടെ ഫോട്ടോസാണ് കംപ്ലീറ്റ് ചുമരിന്റെ മുകളിൽ. അതിൽ ലാസ്റ്റ് സതീശ്വരന് എഴുതിയ ലെറ്റർ ഉണ്ടായിരുന്നു, അതടക്കം നമ്മൾ ലാമിനേഷൻ ചെയ്തിട്ടുള്ള ആ ഫോട്ടോസ് അടക്കം. അപ്പോൾ അത്രയും ആ ടൈം മുതൽ ലിനി സിസ്റ്റർ ഒരു പിന്നെ ഞാൻ ലിനി സിസ്റ്റർ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അവര് അങ്ങനെ ഒരു മനുഷ്യനേക്കാളൊന്നുപരി അവരൊരു ദൈവത്തിന്റെ രൂപത്തിൽ ഞാൻ ആ സമയം. മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരാളാണ് സിസ്റ്റർ ലിനി. എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട മലയാളികൾക്ക് സിസ്റ്റർ ലിനി ആരാണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ മലയാളിയുടെയും നെഞ്ചിൽ ഇടം നേടിയ ഒരാളാണ് സിസ്റ്റർ ലിനി. നിപ്പ എന്ന രോഗം കേരളത്തെ ഒന്നാകെ മുങ്ങുന്ന സമയത്ത് ഒരു മാലാഖയെ പോലെ വന്ന് സ്വന്തം ജീവനോ സുരക്ഷയോ ഒന്നും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പോരാടുകയായിരുന്നു ലിനി എന്ന മാലാഖ. ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരുടെ പ്രതീകമാണ് ലിനി. കേരളത്തിൽ വലിഞ്ഞു മുറുക്കിയപ്പോൾ നമ്മളെല്ലാം വീട്ടിൽ തന്നെ ഭീതിയോടെ ഇരുന്നു. എന്നാൽ സ്വയം സുരക്ഷയൊന്നും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പോരാടിയ ഒരാളാണ് ലിനി. കഴിഞ്ഞ മെയ് 21 ലിനിയുടെ ഓർമ്മ ദിനമാണ്. ലിനി സിസ്റ്റർ നമ്മൾ പിരിഞ്ഞു പോയിട്ട് 6 വർഷം തികഞ്ഞു. ലിനി സിസ്റ്റർ മരണത്തോട് മല്ലിടുമ്പോൾ ഭർത്താവിന് എഴുതിയ കത്ത് ഇങ്ങനെയാണ്: നിങ്ങളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മക്കളെ നന്നായി നോക്കണേ, പാവം കുഞ്ഞ് എന്ന് ഗൾഫിൽ കൊണ്ടുപോവണം. അപ്പനെ പോലെ തനിച്ചാവരുത്. ഓരോ മലയാളികളെയും നെഞ്ചു പൊട്ടുന്ന ഓരോ വാക്കുകളാണ് ആ കത്തുകളിൽ. സ്ത്രീകൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് ലിനി. ഇനി മരിച്ച് 4 വർഷങ്ങൾക്ക് ശേഷം പ്രതീഷ് വീണ്ടും വിവാഹം കഴിച്ചു. അവരുടെ പേര് പ്രതിഭ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അവരുടെ വീട്ടുവിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ച വ്ളോഗാണ് അവർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാ അവരുടെ ചാനലിൽ ലിനിയുടെ ഓർമ്മ ദിനമായ അന്നത്തെ ദിവസത്തെ ഉൾക്കൊള്ളിച്ച് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ചാനലിൽ അവരുടെ കൊച്ചു കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് അവർ വീഡിയോ ചെയ്യാറുണ്ട്. വേറെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ലിനിയെ മറക്കുമെന്നൊക്കെ ചിലർ കമൻറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ അവരുടെ പുതിയ ചാനലിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത്. നീ വന്നു വീണ്ടും ഈ വഴി വിട ചൊല്ലുവാനായി മാത്രമായി നാമൊന്നു ചേരും ഈ വിധം. അമ്മപ്പൈകിളി ചൊല്ല് നീ ചൊല്ലൂ, ചെല്ല കുഞ്ഞുങ്ങൾ എങ്ങോ പോയി നീ. നിലാവും മാഞ്ഞുപോയി നീ വന്നു വീണ്ടും ഈ വഴി വിട ചൊല്ലി. മരിച്ച് 4 വർഷങ്ങൾക്ക് ശേഷമാണ് സജീഷ് പുതിയൊരു വിവാഹം കഴിച്ചത്. പുതിയ വിവാഹം കഴിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ഈ സജീഷിൻ്റെ കുഞ്ഞുങ്ങളെ ആയാലും സ്വന്തം അമ്മയെ പോലെ ഒരമ്മ നോക്കൂലേ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഇതാ സജീഷിൻ്റെ പുതിയ ഭാര്യയാണെങ്കിലും സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നതും. ചിലർ പറയും ഇതൊക്കെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണെന്നൊക്കെ. ഒട്ടുമല്ല കേട്ടോ. അവരുടെ ജീവിതം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ അമ്മ ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് എത്രമാത്രമാണെന്ന്. എന്തായാലും ആ കുഞ്ഞു മക്കൾക്ക് എന്നും ഒരമ്മയായി തന്നെ, എന്തായാലും പെറ്റമ്മയെ പോലെ തന്നെ പ്രതിഭ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ആ കുഞ്ഞു മക്കളെ നോക്കുന്നത്. വീഡിയോയിൽ ലിനിയെ പറ്റിയിട്ട് പ്രതിഭ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് കേട്ടോ, അതൊന്ന് കാണാം. ഇത് 6ാം ചരമവാർഷികമാണ്. ഞാനും പ്രതിഭയും കല്യാണം കഴിച്ചതിന് ശേഷമുള്ള 2ാമത്തെ ചരമവാർഷികമാണ്. അപ്പോൾ ഇതൊരു ഓർമ്മ ദിനം ആയിട്ടല്ല. ലിനി എന്ന് പറയുന്ന ആ ഒരു മഹത് വ്യക്തി തന്നെ ഞങ്ങളെ ഒപ്പം തന്നെയാണ്, ഇന്നും ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഉള്ളത്.
അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കയറി വന്ന തന്നെ വന്നത് കല്യാണം കഴിഞ്ഞ് കയറി വന്നത് ആദ്യം തന്നെ നമ്മൾ മരുതോങ്കര താമസിക്കുന്ന സമയത്തായിരുന്നു. മുള്ളംകുന്ന് താമസിക്കുന്ന സമയത്ത് പിന്നെ അതിലുള്ള വാടക വീട്ടിൽ പിന്നെ ആ വാടക വീട്ടിലേക്ക് ഫസ്റ്റിന് കയറി വരുമ്പോൾ കംപ്ലീറ്റ് ലിനിയുടെ ഫോട്ടോസാണ് കംപ്ലീറ്റ് ചുമരിന്റെ മുകളിൽ. അതില് ലാസ്റ്റ് സതീശ്വരന് എഴുതിയ ലെറ്റർ ഉണ്ടായിരുന്നു, അതടക്കം നമ്മൾ ലാമിനേഷൻ ചെയ്തിട്ടുള്ള ആ ഫോട്ടോസ് അടക്കം. അപ്പോൾ അത്രയും ആ ടൈം മുതൽ ലിനി സിസ്റ്റർ ഒരു പിന്നെ ഞാൻ ലിനി സിസ്റ്ററെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അവര് അങ്ങനെ ഒരു മനുഷ്യനേക്കാളും ഉപരി അവരൊരു ദൈവത്തിന്റെ രൂപത്തിൽ, ഞാൻ ആ സമയത്ത് തന്നെ നടന്ന പല ഇന്റർവ്യൂവിലും കാര്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ അവരെ കണ്ടത് ഒരു ദൈവം, ഒരു മാലാക എന്നുള്ള രീതിയിലാണ്.